കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. എപ്പോഴും ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് ഗ്ലോ ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കുമ്പോൾ നമ്മൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ലിപ് കെയർ റുട്ടീൻ ആണ്. അതിന് മുന്നേ ആയിട്ട് ഞാൻ 2-3 ടിപ്സ് ഒക്കെ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ ലിപ്സിന്റെ കളർ ഉണ്ടല്ലോ അത് തന്നെ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഫേസിനും ചേരുന്നത് നമ്മുടെ ഒറിജിനൽ ലിപ് കളറാണ്. അല്ലാതെ നമുക്ക് ഒത്തിരി ലൈറ്റർ ആയിട്ടുള്ള ഒരു ലിപ്പിന്റെ ഒരു ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേരത്തില്ല, നമ്മുടെ ഫേസിന് തന്നെ അത് ചേരത്തില്ല. സോ അങ്ങനെ ഒത്തിരി വെളുപ്പിക്കാമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലിപ്പിന്റെ ഒരു ഹെൽത്തി ലിപ്സിന്റെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ അത് നമുക്ക് വീണ്ടെടുക്കാനായിട്ട് ഈ ഒരു ലിപ് കെയർ റുട്ടീനിലൂടെ പറ്റും. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള ലിപ്സ്റ്റിക്ക് മാത്രം യൂസ് ചെയ്യുക. ഒരു 100 റുപ്പീസിന് താഴെയുള്ള ലിപ്സ്റ്റിക്ക് നിങ്ങൾ യൂസ് ചെയ്യരുത്. ലിപ്സിൻ്റെ ടെക്സ്ചറിന് അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം നല്ല രീതിയിൽ ഡാമേജ് ചെയ്യും. പിന്നെ നമ്മൾ എപ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. നമുക്കിപ്പോൾ റെഗുലറായിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യേണ്ട ഒരു കൈൻഡ് ഓഫ് ജോലിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ലിപ്സ്റ്റിക്ക് നോക്കി യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ജോബ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നല്ല രീതിയിൽ വൈപ്പ് ചെയ്ത് വാഷ് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. എത്ര നിങ്ങൾ സ്ട്രെസ്ഡ് ആണെന്നുണ്ടെങ്കിലും എത്ര ടയർഡ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ലിപ്സ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മേക്കപ്പ് ഇത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ നൈറ്റ് കിടന്നുറങ്ങാനായിട്ട്. ദെൻ നല്ലൊരു സ്കിൻ കെയറും കൂടെ ചെയ്തിട്ട് കിടന്നുറങ്ങുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ മുഖം നമ്മുടെ ചുണ്ടെല്ലാം നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. പിന്നെ ജ്യൂസ് ഒക്കെ കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുടിക്കുക. ഫ്രൂട്ട് ജ്യൂസ്, ഫ്രഷ് ജ്യൂസ് ഒക്കെ ഉണ്ടല്ലോ അത് കുടിക്കുക. ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. ഇതിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഫ്രൂട്ട്സും വെള്ളവും നമ്മൾ നല്ല രീതിയിൽ ഉള്ളിലോട്ട് കൊടുക്കണം. അപ്പോഴേക്കും നല്ല രീതിയിൽ നമ്മുടെ ലിപ്സ് ഗ്ലോ ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കുമ്പോൾ നമ്മുടെ ചുണ്ടിങ്ങനെ വരണ്ട് പോയിട്ട് അവിടെ ഒരുപാട് മുറിവ്, പിന്നെ ഡെഡ് സെൽസ് ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ ലിപ്സിനെ ഡാമേജ് ആക്കുന്ന രീതിയിലുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. എന്നാലാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ലിപ്സിനെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു റുട്ടീൻ, ലിപ് കെയർ റുട്ടീൻ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ലിപ്സിനെ സൂക്ഷിക്കാനും ഹെൽത്തി ആയിട്ട് വെച്ചേക്കാനും പറ്റും. ഫസ്റ്റ് വരുന്നത് ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് കുറച്ചിട്ടിട്ടുണ്ട്, അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം. ഞാനിത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യട്ടെ. എന്നിട്ട് വേണം നമ്മുടെ ലിപ് കെയർ റുട്ടീനിലോട്ട് നമ്മൾ കടക്കാനായിട്ട്. മേക്കപ്പ് വൈപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ഒരു ക്ലെൻസർ ഉണ്ടാക്കിയിട്ടാണ്. കോക്കനട്ട് ഓയിൽ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. മുന്നേ ഏതോ ഷോർട്സിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഒരു ലോങ് വീഡിയോ ഞാനിതിന് വേണ്ടിയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് എണ്ണയായാലും കുഴപ്പമില്ല കേട്ടോ. വാസലിൻ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു മിസെല്ലർ ക്ലെൻസേഴ്സ് അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് കോക്കനട്ട് ഓയിലാണ്. ഇതിലുള്ള മേക്കപ്പ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു കോട്ടൺ ബോൾ നനച്ചെടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യാറില്ല ഞാൻ. ഇതൊന്ന് നനച്ചെടുക്കും. ഒന്നുകിൽ സാധാരണ വെള്ളത്തിൽ നനച്ചെടുക്കുക, അതല്ലെങ്കിൽ റോസ് വാട്ടറിൽ നനച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ ഫുൾ നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇതിലോട്ട് വന്നിട്ടുണ്ടാവും. ഈ ഒരു കോർണേഴ്സിലൊക്കെ നമ്മൾ ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ റിമൂവ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അവിടെ പറ്റിപ്പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതുപോലെ നമ്മുടെ ടവൽ എടുത്തതിന് ശേഷം ടവലിൽ ഇവിടെ ഒന്ന് നനച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ദെൻ ഈ ടവൽ വെച്ച് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യാം. ഒരു 10 സെക്കൻഡ് മാത്രം നിങ്ങൾ ഇതുപോലെ പതിയെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഈ ലിപ് ബാം തുടച്ചെടുക്കുന്ന മാതിരി ചെയ്താൽ മതി. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 തവണ ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ പോയിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ഞാൻ 2 ഓപ്ഷൻസ് കാണിക്കാം. ഒന്ന് നമുക്ക് തേനാണ്, ഇതായിട്ടുള്ളത് തക്കാളിയാണ്. തക്കാളി നമുക്ക് ഇതുപോലെ ലിപ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് വളരെ എഫക്റ്റീവ് ആണ്. ഇത് രണ്ടും നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുഞ്ഞു തക്കാളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടും എടുക്കാം. ഇങ്ങനെ ജ്യൂസ് മാത്രം എടുത്തിട്ട് അതിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം.
ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ കഴിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇത് ഡ്രൈ ആവാൻ തോന്നുമ്പോൾ തക്കാളിയുടെ നീര് വീണ്ടും വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയിട്ട് ഒരു 15 മിനിറ്റ് ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇത് സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ ഇത് രണ്ടും നിങ്ങൾക്ക് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഏറ്റവും അവസാനം നല്ലൊരു ലിപ് ബാം കൂടെ യൂസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ലിപ് ബാം നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലിപ് കെയർ റുട്ടീൻ വരുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാനപ്പോൾ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ റിപ്ലൈ ചെയ്യാം. വേറെ ഏതെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.